Hello friends, welcome to Meenus Cake World. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വാനില സ്പഞ്ചാണ്. നമുക്ക് ഏത് കേക്കിനും ബേസ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ ഇത് നമ്മൾ 1/2 കിലോത്തിൻ്റെതാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് പൊട്ടിച്ചിട്ടിട്ടുള്ളത്. അത് നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റർ ഉള്ളവർ അതുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അരമൂടി, നമ്മൾ എസൻസിൻ്റെ മൂടി ഉണ്ടല്ലോ, അതിലൊരു അരമൂടി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/2 kgയുടെ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ 1/2 kg ആവുന്ന മെഷർമെൻറ്റാണ് പറയണത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബീറ്റായി വന്നിട്ട് നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊരു 1/2 കപ്പ് പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറേശ്ശെ വെച്ചിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബാച്ച് ഇട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു യെല്ലോയിഷ് കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളർ ആവണ വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ 1/2 കപ്പ് മൈദ, അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മൈദ മാറ്റിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് അരിച്ച ശേഷം നമ്മളിതിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരിക്കലും കൂടി പോവരുത്. അപ്പോൾ അത് കുറേശ്ശെ വെച്ചിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിക്കാൻ വളരെ ലോയിലായിട്ട് തന്നെ ഇട്ടിട്ട് വേണം ബീറ്റർ ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1/2 കിലോത്തിന് ശരിക്കും 7 ഇഞ്ചിൻ്റെ മോൾഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കേക്ക് അത്ര സോഫ്റ്റ് ആണ്, നന്നായിട്ട് പൊങ്ങി വരുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ശേഷം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ളൊരു വട്ടപാത്രത്തിലാണ് നമ്മളിന്ന് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ ബാറ്റർ ഇറക്കി വെച്ചു. മേലെ ഒരു മൂടിയും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുവാണ്. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഒന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാനില സ്പഞ്ച് കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മീനൂസ് കേക്ക് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.